ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ മൌറീഷ്യസ് നയതന്ത്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൌറീഷ്യസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. എണ്ണപ്പാട് നിയന്ത്രണ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. 2025-26 ധനാഭ്യർത്ഥനകൾക്ക് അംഗീകാരം നൽകി നിയമസഭ. കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാലുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി എം പി രാജേഷ്. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കാനുള്ള 687 കോടി രൂപ എത്രയും വേഗം അനുവദിക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ ആവശ്യം. ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല നാളെ. അനന്തപുരി നിറഞ്ഞ് ഭക്തജന ലക്ഷങ്ങൾ. ഒരുക്കങ്ങൾ പൂർത്തിയായി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് FC-യെ നേരിടും. സംസ്ഥാനത്ത് വേനൽ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. മൌറീഷ്യസ് ദേശീയ ദിനാഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൌറീഷ്യസിന്റെ പരമോന്നത ദേശീയ പുരസ്കാരം പ്രസിഡന്റ് ധരംബീർ ഗോകുലിൽ നിന്നും ശ്രീ മോദി സ്വീകരിച്ചു. ഇന്ത്യ മൌറീഷ്യസ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നൽകിയ അമൂല്യ സംഭാവനകൾക്കാണ് പുരസ്കാരം. ഇരു രാജ്യങ്ങളുടെയും സംയുക്ത സഹകരണത്തിന്റെ പ്രതീകമാണ് പുരസ്കാരമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ മൌറീഷ്യസ് നയതന്ത്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. I accept this award with gratitude. It is an acknowledgement of our shared commitment to regional peace, progress, security and sustainable development. And it is a symbol of the shared hope and aspirations of the global south. ഇന്ത്യൻ സഹായത്തോടെ പൂർത്തിയാക്കിയ 20 സാമൂഹിക വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും മൌറീഷ്യസ് പ്രധാനമന്ത്രിക്കൊപ്പം ശ്രീ മോദി നിർവഹിച്ചു. വിവിധ മേഖലകളിലെ 8 സുപ്രധാന ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഇന്ന് ഒപ്പുവച്ചു. 2 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി അല്പസമയം മുൻപ് ഇന്ത്യയിലേക്ക് മടങ്ങി. എണ്ണപ്പാടങ്ങളുടെ നിയന്ത്രണവും വികസനവും സംബന്ധിച്ച ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. കുറഞ്ഞ ചെലവ്, ലഭ്യത, സുസ്ഥിരത എന്നിവ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഊർജ്ജ സുരക്ഷാ നയമാണ് ഇന്ത്യ സ്വീകരിച്ചു വരുന്നതെന്ന് ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ലോക്സഭയിൽ പറഞ്ഞു. രാജ്യസഭയിൽ റെയിൽവേയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിശദമായ ചർച്ച ഇന്ന് നടന്നു. നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും സമ്മേളിക്കും. 2025-26 കാലയളവിലേക്കുള്ള ധനാഭ്യർത്ഥനകൾ നിയമസഭ ചർച്ച ചെയ്ത് പാസാക്കി. കൃഷി, സഹകരണം, വനം, വ്യവസായം, തുറമുഖം എന്നീ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ധനാഭ്യർത്ഥനകളാണ് സഭ ഇന്ന് പാസാക്കിയത്. മന്ത്രിമാരായ സജി ചെറിയാൻ, പി രാജീവ്, AK ശശീന്ദ്രൻ, VN വാസവൻ എന്നിവർ ചർച്ചയ്ക്ക് മറുപടി നൽകി. നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ ഇനി ഈ മാസം 17-നാണ് വീണ്ടും സമ്മേളിക്കുക. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷയിലൂടെ നിയമിച്ച ജീവനക്കാരനെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകത്തിൽ നിന്ന് മാറ്റിയ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയതായി ദേവസ്വം മന്ത്രി VN വാസവൻ. തുടർ നടപടികൾ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുമെന്ന് സബ്മിഷന് മറുപടിയായി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. നിയമന ഉത്തരവിൽ നിഷ്കർഷിച്ചിരിക്കുന്ന ജോലി ജീവനക്കാരൻ നിർവഹിക്കണമെന്നാണ് സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാലുമായി മന്ത്രി എം പി രാജേഷ് കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കാനുള്ള 687 കോടി രൂപ എത്രയും വേഗം അനുവദിക്കണമെന്ന് കേന്ദ്രമന്ത്രിയോട് കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. PMAY പദ്ധതി പ്രകാരം വീട് ലഭിക്കുന്ന ഗുണഭോക്താക്കൾ വീടിന് മുന്നിൽ ലോഗോ പതിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം പിൻവലിക്കണമെന്ന് കേരളത്തിന്റെ ആവശ്യം ചർച്ച ചെയ്യാമെന്ന് ശ്രീ മനോഹർ ലാൽ അറിയിച്ചു. ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല നാളെ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഭക്തജന പ്രവാഹമാണ് തിരുവനന്തപുരം നഗരത്തിൽ ദൃശ്യമാകുന്നത്. പൊങ്കാലയ്ക്കായി വിപുലമായ സൌകര്യങ്ങൾ അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്ട്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഭക്തർ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുകയാണ്. ശുദ്ധജല വിതരണം, ഗതാഗതം, മെഡിക്കൽ സംവിധാനങ്ങൾ, ഫയർഫോഴ്സ് തുടങ്ങി വിവിധ വിഭാഗങ്ങൾ സജ്ജമായി കഴിഞ്ഞു. കുടിവെള്ളം, അന്നദാന വിതരണം എന്നിവ നടക്കുന്നിടത്ത് പ്രത്യേക സ്ക്വാഡ് പരിശോധനയുണ്ടാകും. പോലീസ്, എക്സൈസ് എന്നീ വകുപ്പുകളുടെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും ക്ഷേത്ര പരിസരത്ത് സജ്ജമാണ്. 15 സ്ഥലങ്ങളിലായി KSEB ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. ഹരിതചട്ടം പാലിച്ചാകും ഇത്തവണയും പൊങ്കാല ചടങ്ങുകൾ നടക്കുക. പൊങ്കാലയ്ക്ക് ശേഷം ബാക്കിയാകുന്ന ചുടുകല്ലുകൾ ലൈഫ് ഗുണഭോക്താക്കൾക്ക് നൽകും. പൊങ്കാല ദിവസം വൈകുന്നേരം 6 മണി വരെ പ്രദേശത്ത് മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
ചൂട് കൂടുതലായതിനാൽ ഭക്തർ വളരെ ശ്രദ്ധിക്കണമെന്നും ഇടയ്ക്കിടെ വെള്ളം കുടിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൂടിനെ നേരിടാൻ പ്രധാന ആശുപത്രികളിൽ ഹീറ്റ് ക്ലിനിക്കുകളും ആരംഭിച്ചിട്ടുണ്ട്. പൊങ്കാലയോടനുബന്ധിച്ച് 700ഓളം KSRTC ബസ്സുകളാകും സർവീസ് നടത്തുക. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയ്ക്ക് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങൾ മന്ത്രി വീണ ജോർജ് വിലയിരുത്തി. സംസ്ഥാനത്ത് ചൂട് വളരെ കൂടുതലായതിനാൽ പൊങ്കാലയിടുന്നവർ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് മന്ത്രി പറഞ്ഞു. ക്ഷീണം, തലവേദന, തലകറക്കം, ശ്വാസതടസ്സം തുടങ്ങിയവ ഉണ്ടായാൽ തണലത്തേക്ക് മാറുകയും വൈദ്യസഹായം തേടുകയും വേണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകി KSEB. പൊങ്കാലയിടുന്ന ഭക്തർ ട്രാൻസ്ഫോർമറുകൾ, അനുബന്ധ ഉപകരണങ്ങൾ, പോസ്റ്റുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഫ്യൂസ് യൂണിറ്റുകൾ എന്നിവയിൽ നിന്നും സുരക്ഷിത അകലം പാലിക്കണം. വൈദ്യുതി പോസ്റ്റിന് ചുവട്ടിൽ പൊങ്കാലയിടരുതെന്നും പോസ്റ്റുകളിൽ അലങ്കാര വസ്തുക്കൾ സ്ഥാപിക്കാൻ പാടില്ലെന്നും KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ അതിപ്രശസ്തമായ മകം തുഴൽ തുടരുന്നു. ആയിരങ്ങളാണ് ദേവിയുടെ അനുഗ്രഹം തേടി ചോറ്റാനിക്കരയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ദർശനം രാത്രി 9:30 വരെ തുടരും. മാനന്തവാടി വള്ളിയൂർക്കാവിൽ പോലീസ് ജീപ്പ് അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു. വഴിയോര കച്ചവടം നടത്തി വന്നിരുന്ന തോട്ടുങ്കൽ ശ്രീധരൻ ആണ് മരിച്ചത്. 2 പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 3 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. കണ്ണൂർ ജയിലിൽ നിന്നും ബത്തേരി കോടതിയിലേക്ക് പ്രതിയുമായി പോയ വാഹനമാണ് മഴയിൽ തെന്നിമറിഞ്ഞത്. ഏറ്റുമാനൂർ പാറോലിക്കൽ സ്വദേശി ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ ഷൈനിയുടെ ഭർത്താവായ നോബി ലൂക്കോസിന്റെ ജാമ്യാപേക്ഷ തള്ളി. ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. നോബി ലൂക്കോസിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ ഡിജി യാത്രാ പദ്ധതിയിൽ തിരുവനന്തപുരം, മംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതായി അദാനി എയർപോർട്ട്സ് ലിമിറ്റഡ്. മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യയിലൂടെ യാത്രക്കാർക്ക് പേപ്പർ രഹിതവും തടസ്സരഹിതവുമായ യാത്രാനുഭവം ഡിജി യാത്രയിലൂടെ ലഭിക്കും. വിവിധ ടച്ച് പോയിന്റുകളിലെ കാത്തിരിപ്പ് സമയം കുറയ്ക്കാനും ഡിജി യാത്ര സഹായിക്കും. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് FCയെ നേരിടും. തെലങ്കാനയിലെ GMC ബാലയോഗി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്ലേ ഓഫ് സാധ്യത അവസാനിച്ച കേരളത്തിന്റെ ലീഗിലെ അവസാന മത്സരമാണിത്. മോഹൻ ബഗാൻ, FC ഗോവ, ജംഷഡ്പൂർ FC, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ബംഗളൂരു, മുംബൈ സിറ്റി എന്നിവയാണ് പ്ലേ ഓഫിൽ സ്ഥാനം പിടിച്ച ടീമുകൾ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള തീരത്ത് ഇന്നും ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് ഇന്ന് ശക്തമായ തിരമാലയ്ക്കും സാധ്യതയുണ്ട്. ദഹന സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സയിലായിരുന്ന തൃക്കടവൂർ ശിവരാജുവെന്ന ആനയെ ഒരാഴ്ച ഉത്സവങ്ങൾക്ക് കൊണ്ടുപോകരുതെന്ന് കൊല്ലം ജില്ലാ വെറ്ററിനറി ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം നിർദ്ദേശിച്ചു. ഏകത്തുകയിൽ റെക്കോർഡുള്ള ആനയെ ആരോഗ്യസ്ഥിതി കണക്കിലെടുക്കാതെ ഉത്സവങ്ങൾക്ക് കൊണ്ടുപോകുന്നതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് നടപടി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കൊല്ലം തൃക്കടവൂർ മഹാദേവർ ക്ഷേത്രത്തിലെ ആനയാണ് ശിവരാജു. കോഴിക്കോട് ബാലുശ്ശേരിയിൽ അനുമതിയില്ലാതെ ആനയെ എഴുന്നള്ളിച്ച് ഉത്സവം സംഘടിപ്പിച്ച അമ്പല കമ്മിറ്റിക്കും ഉത്സവ നടത്തിപ്പുകാർക്കുമെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ എലിഫന്റ് വെൽഫെയർ കമ്മിറ്റി തീരുമാനം. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്. വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് തിരുവനന്തപുരം കനകക്കുന്നിൽ ഈ മാസം 16, 17 തീയതികളിൽ നടക്കും. ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായുള്ള അനന്യം കലാസംഘത്തിന്റെ ആദ്യ അവതരണവും ഇതോടനുബന്ധിച്ച് നടക്കും. ആരോഗ്യമുള്ള തലമുറകൾക്കായുള്ള സർക്കാരിന്റെ നിക്ഷേപമാണ് വിദ്യാർത്ഥികൾക്കുള്ള ഹെൽത്ത് കാർഡെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ഹെൽത്ത് കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ മൌറീഷ്യസ് നയതന്ത്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൌറീഷ്യസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. എണ്ണപ്പാട നിയന്ത്രണ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. 2025-26 ധനാഭ്യർത്ഥനകൾക്ക് അംഗീകാരം നൽകി നിയമസഭ. കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാലുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി എം പി രാജേഷ്. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കാനുള്ള 687 കോടി രൂപ എത്രയും വേഗം അനുവദിക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ ആവശ്യം. ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല നാളെ. അനന്തപുരി നിറഞ്ഞ് ഭക്തജന ലക്ഷങ്ങൾ. ഒരുക്കങ്ങൾ പൂർത്തിയായി.
ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് FC യെ നേരിടും. സംസ്ഥാനത്ത് വേനൽ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.